When PM Modi went to Cyprus, a Mediterranean push, a buffer against Turkey. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നാണ്. നമുക്കറിയാം സൈപ്രസ് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രം. കൂടുതലായി നമ്മൾ ഈ രാഷ്ട്രത്തെക്കുറിച്ച് കേൾക്കുന്നത് പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ സൈപ്രസിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വംശീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തർക്കം, അതുപോലെ തന്നെ അതിനു മുമ്പ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള തർക്കം, ഇത്തരം തർക്കങ്ങൾ കാരണം വെസ്റ്റ് ഏഷ്യ വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ഈ സമയത്ത് സൈപ്രസും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കഴിഞ്ഞ 15-ാം തീയതി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ രാഷ്ട്രം സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറി. 1983 ഇന്ദിരാഗാന്ധിയാണ് സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. തുടർന്ന് 2002 അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹമാണ് രണ്ടാമത് സൈപ്രസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി. മൂന്നാമതായി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കൂടുതലായി ഈ രാഷ്ട്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യമേ തന്നെ ഇതിന്റെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ദ്വീപ് രാഷ്ട്രമാണ്. അത് കിഴക്കൻ മെഡിറ്ററേനിയനിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. കിഴക്കൻ മെഡിറ്ററേനിയൻ മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മൂന്നാമത്തെ വലിയ ഐലൻഡാണ്, ദ്വീപാണ് സൈപ്രസ് എന്ന് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് സിസിലിയാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് സർദീനിയാണ്. രണ്ടും ഇറ്റാലിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷനിലേക്ക് വരികയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഈ രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് ടർക്കിയുടെ സൗത്തിലായിട്ട്, അതുപോലെ തന്നെ സിറിയ, ലെബനൻ പോലെയുള്ള രാജ്യങ്ങളിലെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ടും ഈജിപ്തിന്റെ വടക്കൻ ഭാഗത്തും അതുപോലെ തന്നെ ഗ്രീസിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുമായിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു രാഷ്ട്രത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പലപ്പോഴായിട്ടും ഈ ഒരു പൊസിഷൻ, ഇതിന്റെ ഒരു ലൊക്കേഷൻ കൊണ്ട് തന്നെ ഇത് യൂറോപ്പ്, ഏഷ്യ, അതുപോലെ തന്നെ ആഫ്രിക്ക തുടങ്ങിയ 3 ഭൂഖണ്ഡങ്ങളെയും യോജിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ടും ഈ സൈപ്രസ് പലപ്പോഴായി പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിന്റെ തന്ത്രപരമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് സ്ഥിതി ചെയ്യുന്ന സൂയിസ് കനാലിന്റെ അടുത്തായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസ് കനാൽ ഈജിപ്തിന്റെ നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്കൻ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. ഈ രാഷ്ട്രം ഈജിപ്തിന്റെ നോർത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് സൂയിസ് കനാലിന് വളരെ അടുത്തായിട്ടാണ് ഈ സൈപ്രസ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ് ടു ദ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് സോൺ. ഇപ്പൊ തന്നെ നമുക്കറിയാം വീണ്ടും പശ്ചിമേഷ്യയിൽ അസ്ഥിരത ഉടലെടുത്തപ്പോൾ സൈപ്രസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബഫർ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു കോൺടാക്ട് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ടും സൈപ്രസ് പലപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹോസ്റ്റ് UK സോവറിൻ എയർ ബേസ് ഏരിയാസ് വിച്ച് ഇസ് സ്ട്രാറ്റജിക് ഫോർ നാറ്റോയുടെയും അതുപോലെ തന്നെ UK-യുടെയും ഒക്കെ തന്നെ പലതരത്തിലുള്ള പട്ടാള ബേസുകളും ഈ സൈപ്രസിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നമ്മൾ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജിയോ പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാജ്യം 2004 മുതൽ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരു അംഗമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ദ്വീപ് രാഷ്ട്രത്തെ നമുക്ക് 2 പൊളിറ്റിക്കൽ യൂണിറ്റുകളായിട്ട് നമുക്ക് വിഭജിച്ച് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, അത് സ്ഥിതി ചെയ്യുന്നത് സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിന്റെ തെക്കൻ ഭാഗത്തായിട്ടാണ്. ഇവിടെ കൂടുതലും വരുന്നത് ഗ്രീക്ക് പോപ്പുലേഷൻ ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് ആണ്. ഇത് ഈ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിന്റെ വടക്കൻ ഭാഗത്താണ്. ഇവിടെ കൂടുതൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ടർക്കിഷ് പോപ്പുലേഷൻ ആണ്. നമ്മൾ ഈ ഒരു വിഭജനത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ചരിത്രവും ഇവിടുത്തെ ഡെമോഗ്രഫി എന്താണെന്ന് നമുക്കറിയണം. സോ നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് ഡെമോഗ്രഫി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിലവിൽ നമ്മൾ ഈ സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപ് എടുക്കുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് 77% വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ഗ്രീക്ക് പോപ്പുലേഷൻ ആയിരിക്കും. അവർ കൂടുതലും ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ടർക്കിഷ് പോപ്പുലേഷൻ ആണ്. ഇവർ ഫോളോ ചെയ്യുന്ന റിലീജിയൻ എന്ന് പറയുന്നത് സുന്നി മുസ്ലിം ആണ്. അപ്പോൾ നമുക്കറിയാം ഇവർക്കിടയിൽ സാംസ്കാരികപരമായിട്ടും ഭാഷാപരമായിട്ടും ഒക്കെ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നിലവിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവരെ രണ്ടുപേരെയും കൂടാതെ മറ്റ് ജനസംഖ്യകളും ഈ രാഷ്ട്രത്തുണ്ട്. അർമേനിയൻസ്, ലാറ്റിൻസ് പോലെയുള്ള മൈനോറിറ്റി വിഭാഗങ്ങളും ഈ രാജ്യത്ത് ഉണ്ട്. ഇനി ഈ 2 പൊളിറ്റിക്കൽ യൂണിറ്റുകളെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് വിഭജിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു UN ബഫർ സോൺ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. ഇതൊരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ആണ്. ധാരാളം റെസ്ട്രിക്ഷൻസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. പിന്നെ കറൻസിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാജ്യം ഉപയോഗിക്കുന്നത് ഓൾറെഡി യൂറോപ്യൻ യൂണിയന്റെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഉപയോഗിക്കുന്ന കറൻസിയുടെ പേര് യൂറോ എന്നാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക നാമത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാജ്യത്തിന് വിളിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്നാണ്. ഇനിയും ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വടക്കൻ ഭാഗത്ത് ഒരു വലിയ മലനിരകൾ നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ കെർണിയ റേഞ്ചസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ ഭാഗത്ത് മലനിരകളാണ്, ട്രൂഡസ് മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ട്
സമനില പ്രദേശങ്ങളാണുള്ളത്. ഇതാണ് സൈപ്രസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്ലൈമറ്റിലേക്ക് വരികയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മെഡിറ്ററേനിയൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. എന്തൊക്കെയാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഹോട്ട് ആയിട്ടുള്ള ഡ്രൈ സമ്മറും അതുപോലെ വരണ്ട സമ്മറും അതുപോലെ തന്നെ ചെറിയ മഴ പെയ്യുന്ന വിന്ററുമാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് അടുത്തായിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നത് ഇതിന്റെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിക്കോഷിയാണ് ഇതിന്റെ ക്യാപിറ്റൽ. ലോകത്തിൽ അവസാനമായിട്ട് വിഭജിക്കപ്പെട്ട തലസ്ഥാനമാണ് നിക്കോഷിയ. ഇനിയും നമ്മൾ ഗ്രീൻ ലൈൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു UN ബഫർ സോൺ ഈ രണ്ട് പൊളിറ്റിക്കൽ യൂണിറ്റുകളെ, റിപ്പബ്ലിക് ഓഫ് സൈപ്രസിനെയും ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസിനെയും വിഭജിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. ഒരു UN ബഫർ സോൺ കടന്നു പോകുന്നുണ്ടെന്നും അതിന്റെ പേര് ഗ്രീൻ ലൈൻ ആണെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഗ്രീൻ ലൈൻ ഒരു ചരിത്രമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ സൈപ്രസിന്റെ ചരിത്രം തന്നെ നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാം, പുരാതന കാലത്ത് ഈ സൈപ്രസ് അടങ്ങുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത് റോമ സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം മധ്യകാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 1571 മുതൽ 1878 വരെ ഈ സൈപ്രസ് എന്ന് പറയുന്ന ഈ മേഖല നിയന്ത്രിച്ചിരുന്നത് ടർക്കിഷ് ആയിരുന്നു, അതായത് ഓട്ടോമൻ ടർക്കികളായിരുന്നു. എന്നാൽ 1878 ഇവർ ഇത് ബ്രിട്ടന് ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. അങ്ങനെ 1878 മുതൽ ബ്രിട്ടൻ ഈ പ്രദേശത്തെ നിയന്ത്രിക്കുകയും 1914 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഈ ബ്രിട്ടൻ ഈ പ്രദേശത്തെ അനക്സ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 1960 വരെ ബ്രിട്ടൻ ആയിരുന്നു ഈ പ്രദേശത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. 1960 സൈപ്രസ് ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രം നേടുകയും, എന്നാൽ സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടു പിന്നാലെ തന്നെ സൈപ്രസിൽ പലതരത്തിലുള്ള വംശീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വംശീയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അധികാരം എങ്ങനെ വിഭജിക്കപ്പെടും, ഈ രണ്ട് പ്രധാന വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെ അധികാരം വിഭജിക്കപ്പെടും എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1960 തന്നെ ഒരു അക്കോർഡ്, ഒരു എഗ്രിമെന്റ്, ഒരു ഉടമ്പടി സൈൻ ചെയ്യുകയുണ്ടായി. അതിന്റെ പേരാണ് സൂരിച്ച് ലണ്ടൻ ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഒരു ഉടമ്പടി പ്രകാരം രാജ്യത്തിന് രണ്ട് തലവന്മാരുണ്ടാകും, ഒന്ന് പ്രസിഡന്റും മറ്റൊന്ന് വൈസ് പ്രസിഡന്റും. പ്രസിഡന്റ് എപ്പോഴും ഗ്രീക്ക് പോപ്പുലേഷനിൽപ്പെട്ട ഒരു ആളും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ടർക്കിഷ് പോപ്പുലേഷനിൽപ്പെട്ട ഒരാളുമായിരിക്കും. അതുപോലെ തന്നെ ഈ വൈസ് പ്രസിഡന്റിന് വീറ്റോ പവർ ഉണ്ടാകും. സോ ഇത് പിന്നീട് അവിടെ എഗെയിൻ അതൊരു പ്രശ്നത്തിന് വഴിതെളിക്കുകയും അങ്ങനെ 1964 ഈ വൈസ് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം പിന്നീട് അവിടെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് അവിടെ ഒരു പൊളിറ്റിക്കൽ ജുണ്ട, ഗ്രീക്ക് പൊളിറ്റിക്കൽ ജുണ്ട രൂപം കൊള്ളുകയും അങ്ങനെ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അവിടെ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് വരികയും കുറച്ചു നാളത്തേക്ക് ശമനം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ 1974 ടർക്കിഷ് ഫോഴ്സുകൾ ഈ സൈപ്രസ് ഇൻവൈഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് പിന്നീട് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം രണ്ടായിട്ട് വിഭജിച്ചു പോകാനുള്ള ഒരു കാരണമായി മാറിയത്. ഇപ്പോൾ നമുക്കറിയാം, ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു UN ബഫർ സോൺ ആണ് ഇപ്പോൾ ഈ രണ്ട് പൊളിറ്റിക്കൽ യൂണിറ്റുകളെയും, അതായത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ഇൻ സൗത്തും അതുപോലെ തന്നെ ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് നോർത്തേൺ സൈപ്രസ് എന്ന് പറയുന്ന ഈ മറ്റൊരു പൊളിറ്റിക്കൽ യൂണിറ്റിനെ രണ്ടായിട്ട് വിഭജിച്ച് കടന്നു പോകുന്ന ലൈനിന്റെ പേരാണ് ഗ്രീൻ ലൈൻ. സോ ഇതാണ് ഈ ഗ്രീൻ ലൈനിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ഈ ബഫർ സോണിൽ യാതൊരു തരത്തിലുള്ള മിലിറ്ററി ആക്ഷൻസും മിലിറ്ററി എക്സസൈസുകളും ഒന്നും തന്നെ പാടില്ല. പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രീൻ ലൈൻ. ഇനി നമ്മൾ പ്രിലിംസ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദ ടേം ഗ്രീൻ ലൈൻ ഓഫൻ മെൻഷൻഡ് ഇൻ ദ ഇന്റർനാഷണൽ അഫേഴ്സ് റെഫേഴ്സ് ടു. ഗ്രീൻ ലൈൻ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ന്യൂസിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഗ്രീൻ ലൈൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ ഡിമാർക്കേഷൻ ലൈൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് കൊറിയ. Option B, a proposed environmental corridor under the Paris climate agreement. And option C, the UN administered buffer zone separating the Greek Cypriot and Turkish Cypriot areas in the Cyprus. And option D, a border control initiative along the India-Pakistan line of control. So ഏതാണ് ഉത്തരം എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.